നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നില്ല. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക നീക്കം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് 2019. 2014 ഡിസംബർ 31 മുൻപ് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രൈസ്തവ മതസ്ഥർക്ക് പൗരത്വം നൽകുന്നതാണ് ഭേദഗതി. ഓൺലൈനായാണ് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടത്. ഇതിനായുള്ള പ്രത്യേക പോർട്ടലും പ്രവർത്തനക്ഷമമായി. പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ ഇന്ത്യയിലെത്തിയിട്ട് എത്ര വർഷമായി എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും. കുടിയേറ്റക്കാരായ മുസ്ലിം, ജൂത, ബഹായി മതസ്ഥർക്ക് പുതിയ നിയമപ്രകാരം പൗരത്വം ലഭിക്കില്ല. 2019 BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നടപ്പിലാക്കുമെന്നത്. എന്നാൽ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ അടുത്ത തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തേണ്ടി വന്നു. മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം ഭരണഘടനാ വിരുദ്ധമാണെന്നാരോപിച്ച് നിയമഭേദഗതിക്കെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും രംഗത്തെത്തിക്കഴിഞ്ഞു. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. വർഗീയ ധ്രുവീകരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനുള്ള നീക്കം രാജ്യത്തെ അസ്വസ്ഥമാക്കാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നിയമം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ആളുകളുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കാൻ ഉള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തെ കോൺഗ്രസ് അതിശക്തമായി നേരിടും. നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. It will only be fulfillment of the promise, the assurance which was given to those people who the 75-year-old history shows how they have been persecuted in Pakistan. പൗരത്വ ഭേദഗതി പെട്ടെന്ന് നടപ്പാക്കില്ലെന്ന് കേന്ദ്രം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണെന്നും പുതിയ വിജ്ഞാപനം നിലനിൽക്കില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അത് മുസ്ലിം സംഘടനയുടെ യോഗത്തിൽ തന്നെ അത് പരാമർശ വിഷയമായതാണല്ലോ. മുസ്ലിം സംഘടനയുടെ പ്രതിഷേധം അന്ന് തന്നെ മുഖ്യമന്ത്രി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ജാതിമതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ET മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിയമം അറബിക്കടലിലെറിയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അർത്ഥം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിന്ദുത്വ രാഷ്ട്രമായി ഈ വർഗീയ ധ്രുവീകരണം സംഘടിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞതാണ്. അതിലേക്കാണ് കാര്യങ്ങൾ നീക്കാൻ അവർ ശ്രമിക്കുന്നത്. അതിശക്തിയായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഇതിനെതിരായി രൂപപ്പെട്ടു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് സുരേഷ് ഗോപി. ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ്. കേരളം രാജ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങളെങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും? അത്രയേ ഉള്ളൂ. വഹിക്കാൻ പറ്റും. അതിനാണ് ഈ മുഖ്യമന്ത്രി. വർഗീയ ധ്രുവീകരണമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. വിജ്ഞാപനം ഇറക്കിയതിനെ CPI അപലപിച്ചു. പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്ററും വടക്ക് കിഴക്കൻ മേഖലകളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് 24. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. SBIക്ക് വൻ തിരിച്ചടി. ഇലക്ടറൽ ബോണ്ട് കേസിൽ SBIക്ക് കനത്ത തിരിച്ചടി. കടപ്പത്രം വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ മുഴുവൻ വിവരങ്ങളും നാളെ വൈകിട്ട് 5:30 മുൻപ് കൈമാറാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജൂൺ 30 വരെ സമയം വേണമെന്ന ആവശ്യമാണ് തള്ളിയത്. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി താക്കീത് നൽകി. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാവകാശം വേണമെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത്. ഇനി കൂടുതൽ സമയം അനുവദിക്കില്ല.
തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ ഉടൻ കൈമാറണം. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 15-ന് തന്നെ പ്രസിദ്ധീകരിക്കുകയും വേണം. വിവരങ്ങൾ കൈമാറുന്നത് സങ്കീർണമായ പ്രക്രിയയാണെന്നും അതിന് ജൂൺ 30 വരെ സമയം വേണമെന്നുമായിരുന്നു വാദം. ആരുടെ ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയെന്ന വിവരം ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മുദ്രവെച്ച കവർ കോടതി തുറന്നു. തുടർന്നാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. സ്വാഗതാർഹമായ ഉത്തരവെന്ന് ഹർജി നൽകിയ കക്ഷികളിലൊന്നായ CPIM. Well, this Supreme Court judgment is a big step forward in ensuring transparency of political funding and particularly electoral funding. ബോണ്ട് വഴി കിട്ടിയ പണത്തിന്റെ കണക്കുകൾ മൂടിവെക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. 24 ഡൽഹി. മിഷൻ ദിവ്യാസ്ത്ര വിജയം. ആണവായുധ പ്രഹരശേഷിയുള്ള അഗ്നി-5 മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിട്ട പരീക്ഷണത്തിന്റെ വിജയത്തിൽ DRDO ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 6000 കിലോമീറ്റർ വരെ ദൂരത്തിൽ ലക്ഷ്യം കാണാൻ കഴിയുന്നതാണ് പുതിയ മിസൈൽ. ഇന്ത്യ വികസിപ്പിച്ച MIRV സാങ്കേതിക വിദ്യയാണ് അഗ്നി-5 മിസൈലിന്റെ അടിസ്ഥാനം. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലായിരുന്നു അഗ്നി-5 മിസൈലിന്റെ പരീക്ഷണം. അഗ്നി-5ന്റെ ഒരൊറ്റ മിസൈൽ ഒന്നിലധികം പ്രദേശങ്ങളിൽ പ്രഹരമേൽപ്പിക്കും. 7500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആക്രമണം നടത്താൻ അഗ്നി-5ന് സാധിക്കും. 17 മീറ്റർ നീളമുള്ള മിസൈലിന്റെ ഭാരം 50 ടണ്ണാണ്. ബീജിംഗ്, ഷാങ്ഹായ് അടക്കമുള്ള നഗരങ്ങൾ ഉൾപ്പെടെ അഗ്നിയുടെ പരിധിയിൽ വരും. അഗ്നി-5 പദ്ധതിയുടെ ഡയറക്ടർ ഒരു വനിതയായിരുന്നു. നിരവധി സ്ത്രീകളും വിവിധ ചുമതലകളിൽ പദ്ധതിയുടെ ഭാഗമായി. അഗ്നി-5ന്റെ വിജയത്തോടെ MIRV സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ത്യയും അംഗമായി. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പ്രതിസന്ധി തീർക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ നിയമനം ചോദ്യം ചെയ്താണ് ഹർജി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒഴിവുകൾ നികത്താൻ നിയമന സമിതിയുടെ യോഗം വെള്ളിയാഴ്ച ചേരും. അരുൺ ഗോയലിന്റെ രാജിക്കു കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള തർക്കമെന്നാണ് പുതിയ സൂചനകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജി ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഒഴിവുകൾ നികത്താൻ വെള്ളിയാഴ്ച നിയമന സമിതി യോഗം ചേരാനിരിക്കെയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിലെ നിയമന സമിതി ഭരണകക്ഷിയുടെ ആധിപത്യം പ്രകടമാക്കുന്നതാണെന്നും ചീഫ് ജസ്റ്റിസിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ നീതിയുക്തവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് ലംഘനമാണ് കേന്ദ്രം നടത്തിയതെന്നും ആരോപണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള അഭിപ്രായ ഭിന്നതകളാണ് അരുൺ ഗോയലിന്റെ രാജിക്ക് പിന്നിലെന്നും സൂചനയുണ്ട്. ശിവസേന ഭിന്നതയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തീരുമാനത്തിൽ അരുൺ ഗോയലിന് വിയോജിപ്പുണ്ടായിരുന്നതായാണ് വിവരം. നിയമസഭാ കക്ഷി ഭൂരിപക്ഷത്തിനൊപ്പം സംഘടനാപരമായ ഭൂരിപക്ഷവും പരിശോധിക്കപ്പെടണമെന്ന അരുൺ ഗോയലിന്റെ അഭിപ്രായം പരിഗണിക്കാതെയാണ് വിഷയത്തിൽ തീരുമാനമെടുത്തത്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും അരുൺ ഗോയൽ പങ്കെടുത്തിരുന്നില്ല. 24 ഡൽഹി. പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതിനെതിരെ ഡൽഹിയിലെ കലാലയങ്ങളിൽ പ്രതിഷേധം നടന്നു. ജാമിയ മിലിയ സർവകലാശാലയിൽ വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. JNUവിൽ പ്രതിഷേധത്തിന് DSF ആഹ്വാനം ചെയ്തു. പാലക്കാട്ട് പന്തംകൊളുത്തി പ്രതിഷേധം DYFIയുടെയും SFIയുടെയും നേതൃത്വത്തിൽ നടന്നു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC റിയാസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകും. പാലക്കാട്ട് നിന്ന് നിഖിൽ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? നാളെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് UDFന്റെയും CPMന്റെയും ഒക്കെ ആഹ്വാനമുണ്ട്. എന്താണ് പാലക്കാട്ട് നിന്നുള്ള വിവരങ്ങൾ? വിജയകുമാർ, പാലക്കാടും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. DYFI SFI പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു സംയുക്തമായി വളരെ വേഗത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രതിഷേധം നടന്നത്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC റിയാസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം നടന്നത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വളരെ വേഗത്തിലുള്ള ഒരു സ്റ്റണ്ടായാണ് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ കൂടുതൽ ആളുകളെ
കോൺഗ്രസ് സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ പറയുന്നത്. വിജയകുമാർ. നിഖിൽ പ്രമേശാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. TN പ്രതാപനും UDF തൃശൂർ ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനുമെതിരെ ഒളിയമ്പുമായി പത്മജ വേണുഗോപാൽ. തന്നെ തോൽപ്പിച്ചവരാണ് K മുരളീധരന്റെ റോഡ് ഷോയിൽ ഇടത്തും വലത്തും നിന്നതെന്നായിരുന്നു പരിഹാസം. തൃശൂരിൽ K മുരളീധരനെയും കോൺഗ്രസുകാർ തോൽപ്പിക്കുമെന്ന് പത്മജ പറഞ്ഞു. BJP പ്രവേശനത്തിന് ശേഷം ആദ്യമായി പത്മജ മുരളി മന്ദിരത്തിലെത്തി. BJP പ്രവേശനത്തിന് ശേഷം ആദ്യമായി മുരളി മന്ദിരത്തിലെത്തിയ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെതിരെ നടത്തിയത് അതിരൂക്ഷ വിമർശനം. വടകരയിൽ ജയിക്കേണ്ടിയിരുന്ന K മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ച് തോൽപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന കുറ്റപ്പെടുത്തൽ. പാവ മുരളിയേട്ടൻ അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ, എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നല്ല. കാരണം തോൽക്കുന്നാണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ട, ജാതപ്രകാരം ഈ സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ്, കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവർ. തൃശൂരിൽ തന്നെ തോൽപ്പിച്ചവർ K മുരളീധരന്റെ റോഡ് ഷോയിൽ ഇടത്തും വലത്തും നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ കയ്യിൽ നിന്നും 22 ലക്ഷം രൂപ MP വിൻസെന്റ് വാങ്ങിയെന്നും പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറാൻ സമ്മതിച്ചില്ലെന്നും പത്മജ ആരോപിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC ബസ്സുണ്ട്, അന്ന് വിൻസെന്റ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, KPC വന്നിട്ടുണ്ടല്ലോ പൈസ പറഞ്ഞപ്പോൾ. എന്നാൽ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല, എന്നെ ഭീഷണിപ്പെടുത്തി. ആരോപണങ്ങൾ MP വിൻസെന്റ് തള്ളി. ഓരോ സമയത്ത് ആദ്യം പറഞ്ഞ് 8 ലക്ഷം എന്ന് പറഞ്ഞു, പിന്നെ 18 ലക്ഷം എന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം 22 ലക്ഷം എന്ന് പറഞ്ഞു, ഇപ്പം 22.5 എന്ന് പറഞ്ഞു. ഞാനൊരു DCC പ്രസിഡന്റ് മാത്രമായിട്ടാണ്. എന്നേക്കാൾ മുകളിലായിരുന്നു പത്മജ, KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ കാറിൽ കയറാൻ ഞാൻ പൈസ വാങ്ങിയത്, ഞാൻ കാറിലല്ല, ഞാൻ 6 കാറ് ബാക്കിലാണ്. എനിക്ക് പോലും അന്ന് കയറാൻ കഴിഞ്ഞില്ല. ഷമാ മുഹമ്മദിനെ പോലെ കോൺഗ്രസിൽ അവഗണന നേരിടുന്നവരെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും ഇപ്പോഴത്തെ BJP പ്രവർത്തകർ പഴയ കോൺഗ്രസുകാരാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. മുരളി മന്ദിരത്തിൽ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ പത്മജ വേണുഗോപാലിനെ സ്വീകരിച്ചു. 24 തൃശൂർ. KC വേണുഗോപാലിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം BJPയെ സഹായിക്കാനാണെന്ന പ്രചാരണം ശക്തമാക്കി CPIM. ആലപ്പുഴയിൽ വേണുഗോപാൽ ജയിക്കില്ലെന്നും രാജ്യസഭയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു. ആലപ്പുഴ സീറ്റിൽ MV ഗോവിന്ദൻ മനപ്പായസം ഉണ്ണേണ്ട എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടാൻ കാരണം KC വേണുഗോപാലാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. KC വേണുഗോപാൽ കൂടി പ്രചാരണത്തിനെത്തിയതോടെ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചൂടേറി. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP സ്ഥാനം 2.5 വർഷം കൂടി ബാക്കി നിലനിൽക്കെ KC വേണുഗോപാൽ ഇപ്പോൾ മത്സരിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന പ്രചാരണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടത് ക്യാമ്പ്. AM ആരിഫിനും മന്ത്രി P പ്രസാദിനും പിന്നാലെ KC വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. KC വേണുഗോപാലൻ ആലപ്പുഴയിൽ ജയിക്കാൻ പോകുന്നില്ല. പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളൂ. ആ കൊടുങ്കാറ്റിൽ പതറാതെ നിന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. BJPയുടെ പിന്തുണ നേടിയാലും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ആരിഫിനെ തോൽപ്പിക്കാൻ KC വേണുഗോപാലിനാവില്ല. KC വേണുഗോപാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറപ്പിക്കാൻ CPIM വാശിയോടെ പ്രവർത്തിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. റെക്കോർഡ് ഭൂരിപക്ഷത്തിന് KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അങ്ങനെ MV ഗോവിന്ദൻ മനപ്പായസം ഉണ്ണണ്ട. ആ ഒരു കാരണവശാലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാനാണ് KC വേണുഗോപാലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ആലപ്പുഴയിൽ BJP വോട്ട് 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ. ഒപ്പം പത്മജ വേണുഗോപാലിനെ BJPയിൽ എത്തിച്ചത് KC വേണുഗോപാലാണെന്നും ശോഭാ സുരേന്ദ്രന്റെ പരാമർശം. ഈ ഒന്നും രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിനെ വഴിതെറ്റിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ തകർത്താളാണ് ശ്രീമാൻ KC മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് ലീഡറുടെ മകൾ കോൺഗ്രസ് പാളയത്തിൽ നിൽക്കുമായിരുന്നു. AICC സംഘടനകാര്യ ചുമതലയും മറ്റു മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളും കണക്കിലെടുത്ത് ആലപ്പുഴ മണ്ഡലത്തിൽ ആകെ 15 ദിവസത്തെ പ്രചാരണ പരിപാടികളാണ് UDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ അസാന്നിധ്യത്തിൽ നാടിളക്കിയുള്ള പ്രചാരണമാണ് CPIM ലക്ഷ്യമിടുന്നത്.
മണ്ഡലത്തിൽ KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. 24 ആലപ്പുഴ. UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലെത്തിയതോടെ വടകരയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേറി. ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയാണ് ഷാഫി പറമ്പിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. K മുരളീധരനേക്കാൾ വലിയ പോരാളിയല്ല ഷാഫി പറമ്പിലെന്ന് KK ശൈലജ പ്രതികരിച്ചു. ഒഞ്ചിയത്തെ TPയുടെ വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച് ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. TP വധം വടകരയിൽ ഇത്തവണയും പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് UDF നീക്കം. സ്കെച്ച് ചെയ്ത് സ്ഥലം തീരുമാനിച്ച് ഫോളോ ചെയ്ത് മാർക്ക് ചെയ്ത് കൊന്നതാണ്. ഓർഗനൈസേഷണൽ കില്ലിംഗ് ആണ്. ഒരു സംഘർഷവും സംഘടനവും ഉണ്ടാകുമ്പോൾ കൊല്ലപ്പെടുന്നതല്ല. അപ്പോൾ അതിനെതിരെ എക്കാലത്തും നിലപാടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ ഇടയിലും ഉണ്ടാവും. മുരളീധരന്റെ മാറ്റത്തോടെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം ഷാഫിയുടെ വരവോടെ പരിഹരിക്കപ്പെട്ടുവെന്നാണ് UDFന്റെ വിലയിരുത്തൽ. നേതൃത്വവുമായി ഇടഞ്ഞുനിന്ന മുല്ലപ്പള്ളിയെ നേരിൽ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കാനും ഷാഫിക്കായി. പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണെങ്കിലും TP വധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതുമുന്നണി പ്രതിരോധം തീർക്കേണ്ടി വരും. അവർക്ക് ഈ നാടിന്റെ വികസനത്തെക്കുറിച്ചൊന്നും പറയാനില്ല, ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയാനില്ല. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം തകരാൻ ഇടയാവുന്ന സമയത്ത് അക്ഷരം അതിനെക്കുറിച്ച് ആ വേവലാതി പോലും ഈ കോൺഗ്രസിനും UDFനും ഇല്ല. ഞാൻ ചന്ദ്രശേഖരൻ വധം അത് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, അതൊരു സങ്കടമുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇടതു വോട്ടുകൾക്കപ്പുറം KK ശൈലജയുടെ വ്യക്തിസ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 വടകര. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുകയാണ് BJPയും കോൺഗ്രസും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നു. BJPയുടെയും കോൺഗ്രസിന്റെയും. ജാർഖണ്ഡിലെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് CPI പിന്മാറി. സംസ്ഥാനത്ത് എറണാകുളം, വയനാട്, ആലത്തൂർ, കൊല്ലം എന്നിവയാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയാകും രണ്ടാം ഘട്ട പ്രഖ്യാപനം. പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും സസ്പെൻസ്. 195 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഡൽഹി, ഹരിയാന ഉൾപ്പെടെ സ്ക്രീനിംഗ് കമ്മിറ്റി നടപടികൾ പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് ചർച്ച നടക്കും. മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പ്രധാന നേതാക്കളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും. രാഹുൽ ഗാന്ധിയെ വയനാട് കൂടാതെ അമേഠിയിലും പ്രിയങ്കയെ റായ്ബറേലിയിലും മത്സരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്, സച്ചിൻ പൈലറ്റ് എന്നിവർ മത്സരരംഗത്തിറങ്ങണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായി ജാർഖണ്ഡിലെ 8 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് CPI പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികളെ അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന ഘടകം വ്യക്തമാക്കി. സീറ്റ് വിഭജന ചർച്ചയിലെ മെല്ലപ്പോക്കാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ CPIയെ പ്രേരിപ്പിച്ചത്. CPIയുടെ നീക്കത്തിനെതിരെ ജാർഖണ്ഡ് മുക്തിമോർച്ച രംഗത്തെത്തി. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തമിഴ്നാട്ടിൽ ചെറു പാർട്ടികളെ സഖ്യത്തിലെത്തിക്കാൻ BJPയുടെ ശ്രമം. TTV ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം NDAയിൽ ചേർന്നു. BJPയുമായി സഖ്യത്തിനില്ല എന്നാണ് DMDKയുടെ നിലപാട്. മുൻ മുഖ്യമന്ത്രിയോ പനീർശെൽവത്തെ ഒപ്പം നിർത്താനും BJP ശ്രമം തുടരുകയാണ്. ചെറിയ പാർട്ടികളെ സഖ്യത്തിലെത്തിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ തമിഴ്നാട്ടിൽ ഫലം കാണുകയാണ്. 6 പാർട്ടികളുമായി നേരത്തെ തന്നെ സഖ്യമുണ്ടായിരുന്നു. ഇന്ന് അമ്മാമക്കൾ മുന്നേറ്റ കഴകവും NDA സഖ്യത്തിനൊപ്പം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുകയാണ് ലക്ഷ്യമെന്നും കുക്കർ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി TTV ദിനകരൻ. கூட்டணி உறுதியாயிட்டு பாஜக சார்பாக பாஜகவின் மாநில தலைவர் நண்பர் திரு K. அண்ணாமலை அவர்களும் முன்னாள் அமைச்சர் திரு கிஷன் ரெட்டி அவர்களும் എന്നോട് ഇன்றைக்கு தொலைபேசியிலே தொடர்பு கொண்டார்கள். NDA സഖ്യത്തിലേക്കില്ലെന്ന നടനും മുൻ പ്രതിപക്ഷ നേതാവുമായ വിജയകാന്തിന്റെ പാർട്ടിയായ DMDK വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിമാരായ കിഷൻ റെഡ്ഡി, VK സിംഗ് എന്നിവരുമായി പാർട്ടി അധ്യക്ഷ പ്രേമലത വിജയകാന്ത് ഇന്ന് ചർച്ച നടത്തുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടില്ലെന്ന് പ്രേമലത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അണ്ണാ DMKയുമായി സഖ്യം ചേർന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു DMDKയുടെ ആദ്യ തീരുമാനം. എന്നാൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിലാണ് DMDK BJPയുമായി ചർച്ച നടത്തുമെന്ന വാർത്തകൾ വന്നത്. അണ്ണാ DMKയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവവും BJPയുമായി ചർച്ച നടത്തുന്നുണ്ട്. 24 ചെന്നൈ.
വാർത്താമഴ തുടരുന്നു. റമദാൻ ഒരുങ്ങി വിശ്വാസികൾ. ഇസ്ലാം മത വിശ്വാസികൾക്കിനി വ്രതശുദ്ധിയുടെ നാളുകൾ. കേരളത്തിൽ നാളെ റമദാൻ 1 ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. മലപ്പുറം പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാട്ടും മാസപ്പിറവി ദൃശ്യമായി. മാസപ്പിറവി ദർശിച്ചതായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ, മുഹമ്മദ് കോയ തങ്ങൾ, ജമാലുലൈലി, നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ, VP സുഹൈബ് മൗലവി തുടങ്ങിയവർ സ്ഥിരീകരിച്ചതോടെയാണ് റമദാൻ വ്രതത്തിന് തുടക്കമായത്. ഇനിയുള്ള 30 ദിനരാത്രങ്ങൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിൻ്റെതാണ്. റമദാനിലെ രാത്രികാല നമസ്കാരമായ തറാവീഹിന് തുടക്കമായി. റമദാൻ മാസപ്പിറവി പൊന്നാനിയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റമദാൻ 1 നാളെ ചൊവ്വാഴ്ചയായി പ്രഖ്യാപിക്കുന്നു. അത് ഉറപ്പിച്ചതായിട്ട് വിവരം അറിയിക്കുകയാണ്. പൊന്നാനിയിലാണ് മാസം കണ്ടിട്ടുള്ളത്. മതമൈത്രിയുടെ സന്ദേശവുമായി എത്തുന്ന ഇഫ്താർ വിരുന്നുകളുടെ നാളുകൾ കൂടിയാണ് സമാഗതമായത്. സാധാരണക്കാരനും പണക്കാരനും യോജിച്ച് ഒത്തൊരുമിച്ച് കഷ്ടപ്പെട്ടവരുടെ വിഷമങ്ങൾ കഴിവുള്ളവർ കൂടി മനസ്സിലാക്കാനും ഇതിനെല്ലാം കൂടിയാണ് വിശുദ്ധ റമദാൻ സൃഷ്ടാവ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. ഖുർആൻ അവതരിച്ച മാസം ആയതിനാൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചും പുണ്യം നേടുകയാണ് വിശ്വാസികൾ. 24 കോഴിക്കോട്. സംഘർഷങ്ങളെ തുടർന്ന് കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചു. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലാണ് കലോത്സവം നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. പരാതികളെല്ലാം പരിഹരിച്ച ശേഷം തുടർ തീരുമാനമെന്നാണ് VC അറിയിച്ചത്. കലോത്സവം നിർത്തിയതിനെതിരെ മത്സരാർത്ഥികൾ പ്രധാന വേദിയിൽ പ്രതിഷേധ നൃത്തം ചവിട്ടി. സംഘർഷങ്ങളെക്കുറിച്ചും മത്സരങ്ങൾ വൈകുന്ന നേരത്തെക്കുറിച്ചും നിരന്തരം പരാതി ഉയർന്നതോടെയാണ് കലോത്സവം നിർത്തിവെക്കാൻ VC തീരുമാനിച്ചത്. സംഘാടകർക്കും സർവകലാശാല യൂണിയനും നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ മുഴുവൻ വേദികളിലും മത്സരങ്ങൾ നിർത്തി. കലോത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന്. ഫലപ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ഇനി വേണ്ട എന്നായിരുന്നു നിർദ്ദേശം. തുടർന്ന് അപ്പീൽ നൽകിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രധാന വേദിയിൽ പ്രതിഷേധിച്ചു. കലോത്സവത്തെ തകർക്കാൻ KSU ABVP പ്രവർത്തകർ തുടക്കം മുതലേ ശ്രമിച്ചുവെന്ന് സർവകലാശാല യൂണിയൻ ചെയർമാൻ വിജയ് വിമൽ. ഒന്നാം വേദിയിൽ DF അടക്കം സിൻഡിക്കേറ്റ് മെമ്പർമാർ അടക്കമുള്ള ആൾക്കാരെ ഒന്ന് അവതരിപ്പിച്ചപ്പോൾ അതിൽ കുറച്ച് തൃപ്തികരം അല്ലായിരുന്നു ആ പറയുന്ന പരാതി വന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വേദിയിലേക്ക് കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സാധാരണഗതിയിൽ കാണുന്നതിന് അപ്പുറമായ ഒരു സംഘർഷാവസ്ഥ നിലനിന്നതിന്റെ ഭാഗമായിട്ടാണ് രജിസ്റ്റർ അടക്കമുള്ളവർ ആ റിപ്പോർട്ട് VCക്ക് കൈമാറുകയും VC താൽക്കാലികമായി ഇത് നിർത്തിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടുള്ളത്. സർവകലാശാലയുടെ തീരുമാനത്തെ യൂണിയൻ പിന്തുണച്ചു. കോഴ ആരോപണം കാരണം മാറ്റിവെച്ച മാർഗംകളി നടത്തുന്നതിലുൾപ്പെടെ അപ്പലേറ്റ് കമ്മിറ്റി പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും യൂണിയൻ ചെയർമാൻ. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വേദിയിൽ നിന്ന് പുറത്തു പോകണമെന്ന അറിയിപ്പിന് പിന്നാലെ പ്രതിഷേധ നൃത്തവുമായി മത്സരാർത്ഥികളെത്തി. എനിക്ക് പറ്റില്ലപ്പാ, ഈ പിള്ളേർ കുഞ്ഞുങ്ങളെല്ലാം പൈസ കൊടുത്തതാപ്പാ. ഞങ്ങൾ 5 വർഷം പഠിക്കുന്നതായിട്ടാ കേരള നടന ഗ്രൂപ്പിന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കോളേജിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ അടിച്ചിട്ട്. SFI പ്രവർത്തകർ യുവജനോത്സവത്തിന് എത്തിയ KSU പ്രവർത്തകരെ വ്യാപകമായി മർദ്ദിക്കുന്നുവെന്നാരോപിച്ച് KSU കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതുൾപ്പെടെ കണക്കിലെടുത്താണ് VCയുടെ നടപടി. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.